സകലം രാധാകൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ. ശ്രീകൃഷ്ണ ശരണം മമ. ഏവർക്കും വംശിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ വൈശാഖ അമാവാസിയാണ്. കൂടാതെ ശനി ജയന്തിയും. ഇത് രണ്ടും ഒരുമിക്കുന്ന അതിശ്രേഷ്ഠമായ പുണ്യദിനവും കൂടിയാണ്. കാരണം ശനി ദോഷങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ്. ആയതിനാൽ ഇന്നേ ദിവസം ശനി ഗായത്രി മന്ത്രം, നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് ഉത്തമമാണ്. വാവു ബലിയൊക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യുന്നതിലൂടെ അത് പൂർത്തിയാവുന്നതാണ്. നാലിരട്ടി ഫലം ലഭ്യമാകുന്നതാണ്. 26 മെയ് ശനി ഭഗവാന്റെ ജയന്തിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ കിട്ടുന്ന അസുലഭമായ മുഹൂർത്തമാണ്. ആയതിനാൽ അന്നേ ദിവസം കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുന്നതും ശനി ഗായത്രി ചൊല്ലുന്നതും നവഗ്രഹ കവചം ചൊല്ലുന്നതും ഉത്തമമാണ്. കൂടാതെ എള്ള് സമർപ്പിക്കുന്നതും എള്ളുരുട്ടി 8 ഉരുള ചോറ് നൽകുന്നതും ശനിദോഷത്തിന്റെ കാഠിന്യം ഇല്ലാതാക്കാൻ സഹായിക്കും. എള്ളെണ്ണ ഒഴിച്ച് സന്ധ്യക്ക് വിളക്ക് കൊളുത്താം. ശനി മന്ത്രമായ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. പലതരം ശനിയുടെ അപഹാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും കുറേയേറെ വഴിപാടുകൾ പ്രാർത്ഥനകൾ ചെയ്തിട്ടും ഫലപ്രാപ്തി കിട്ടാത്തവർക്കും തൊഴിൽ തടസ്സമുള്ളവർക്കും ഇന്നീ ദിവസം 108 പ്രാവശ്യം ശനീശ്വര മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. ശനീശ്വര ഗായത്രി ചൊല്ലുന്നത് അതിവിശേഷമാണ്. ഇന്നിവിടെ ശനീശ്വര ഗായത്രിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ചൊല്ലുന്നതിലൂടെ ശനി ഭഗവാന്റെ ക്ഷിപ്രപ്രസാദത്തിന് വഴിയൊരുക്കുന്നു. ശനി ഗായത്രി കേൾക്കാം. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നു മന്ദ പ്രചോദയാത്. ഒന്നും കൂടി പറയാം. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നു മന്ദ പ്രചോദയാത്.